അപ്പോൾ ഹായ് ഗായ്സ്, അപ്പോൾ അങ്ങനെ ബബ്ബ ബബ്ബ നമ്മുടെ ദിലീപേട്ടൻ്റെ ബബ്ബ ബബ്ബ അതിന് ടീച്ചർ വന്നിരുന്ന് കണ്ട് കിടിലൻ സാധനം. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഒന്ന് കാണാൻ എന്തൊരു ആഗ്രഹിച്ചതെന്ന് അറിയാമോ? കഴിഞ്ഞ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, കുഴപ്പമില്ലാത്തൊരു നല്ല സിനിമയായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഒരു നല്ലൊരു സിനിമയായിരുന്നു ദിലീപേട്ടൻ്റെ കോമഡി ഗെയിലൊക്കെ. അപ്പോൾ ഈ തവണ ഒരു മാസും അതുപോലെ തന്നെ കോമഡിയും ഒരു വെറൈറ്റി സാധനമാണ്. പിന്നെ അതുപോലെ ഒരു ബ്ലാക്ക് കോമഡി ടൈപ്പ് പോലെ, അതായത് കോമഡി അതുപോലെ മാസും കോമഡിയും ഉണ്ട് മെയിനായിട്ട്. അതുപോലെ തന്നെ ഒരു കഥ സ്റ്റോറി എന്താണെന്ന് മനസ്സിലായില്ല, ഒരു സൈക്കോളാണ് മൊത്തം, അത് മനസ്സിലായി. ദിലീപേട്ടനായിട്ടൊക്കെ ഒരു സൈക്കോ ചിരി വരെ. പിന്നെ അല്ല ബ്ലാക്ക് ഒരു ബ്ലാക്ക് ഡ്രസ്സും മുണ്ടൊക്കെ എടുത്ത് പറഞ്ഞ സാധനമുണ്ട്, വായിൽ സിഗരറ്റൊക്കെ വെച്ചിട്ട് പോലീസുകാരനെ തല്ലിയിട്ട്. ആ സാധനമില്ല, കിടിലൻ സാധനമായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ നാളെ കണ്ടിട്ട് അറിയാമോ? എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഒരു പാൻറ്റും ഇട്ടിട്ട് തുള്ളി നടക്കുക. ഇങ്ങനെ ഒന്ന് കാണാൻ ഞാൻ കുറേ ഒന്നും ആഗ്രഹിച്ചത്. കാരണം റൺവേ സിനിമയ്ക്ക് ശേഷം ഇപ്പോഴാണ് പുള്ളിനെ ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ ഇവർ രണ്ട് അനിയൻ ചേട്ടൻ നോക്കണ്ടല്ലോ, ചേട്ടനെ കുറിച്ച് നമുക്കറിയാമല്ലോ. പിന്നെ ധ്യാൻ ശ്രീനിവാസനെ ചെറിയൊരു എനിക്ക് പേടി, ഇങ്ങേര് കോമഡി എടുത്ത് ഇത്തിരി അലമ്പാക്കുമോയെന്നൊരു ഡൗട്ടുണ്ട്. അങ്ങേര് നല്ലതാണ്, പക്ഷേ എങ്ങാനും കൈവിട്ട് പോയില്ല, കോമഡി കൈവിട്ട് പോകുന്ന ചെറിയ പേടിയുണ്ട് ഇത് കണ്ടപ്പോൾ, ചില ഭാഗങ്ങൾ കണ്ടിട്ട്. പക്ഷേ അങ്ങനെ നോക്കണ്ട, അത് നന്നായ വിനിശ്രീനിവാസനായ കാരണം ഒരു ചെറിയൊരു ധൈര്യമുണ്ട്. സത്യം പറയാമല്ലോ, പിള്ളേരെ അടിച്ച് പൊളിക്കാക്കി എന്തൊക്കെ പറഞ്ഞാലും. അതായത് എന്താണെന്ന് വെച്ചാൽ ദിലീപേട്ടനെ അങ്ങനെ ഉപയോഗിക്കാൻ അറിയാവുന്ന യുവമാർക്ക് എനിക്കിത് കണ്ടിട്ടാണ് അങ്ങനെ തോന്നി. ഇപ്പോഴത്തെ കുറേ പേര് ദിലീപേട്ടനെ ഇവിടെ ചെയ്യണ രീതിയൊക്കെ ഉണ്ട്. ദിലീപിനെ വേണ്ട രീതിയിൽ ചെയ്താൽ കിടിലൻ നടനാണ്, നല്ല ലെവലിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു നടനാണ്. അതായത് അങ്ങേരെ നമുക്ക് അറിയാമല്ലോ, അങ്ങേരെ എനിക്ക് കമാര സംഭവം ആ സിനിമയൊക്കെ എന്തൊരു കിടിലൻ സാധനമാണെന്ന് അറിയാം. അങ്ങേരെ ഒരു അഭിനയം, അങ്ങേരെ ഒരു ചേഞ്ച് ആവില്ല, അതൊക്കെയാണ് ഒരു ഗംഭീരം. ഇങ്ങേരെ ഇങ്ങനൊന്ന് വീണ്ടും കാണാൻ കുറേ നാൾ പുള്ളിനെ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് എത്ര നാൾ. ഇത് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ നല്ല ലെവലിൽ നല്ലൊരു രീതിയിൽ എടുത്തു വെച്ചാൽ മതിയായിരുന്നു, നല്ലോണം വിജയിച്ചാൽ മതിയായിരുന്നു. എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ടീസർ നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ബി ജി എം അതൊക്കെ നല്ല രസമായിട്ടാണ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല പ്രതീക്ഷയുള്ള ഒരു ടീസർ തന്നെയാണ് കേട്ടോ അത്. പ്രതീക്ഷ തന്നിട്ട് ടീസറാണ് ഈ ഒരു ബബ്ബയിൽ കണ്ടിട്ട്. ഇനി തന്നെ ട്രെയിലർ അതൊക്കെ ഇനി വരട്ടെ, എന്നാലും ട്രെയിലർ ഇറങ്ങിയാലാണ് കഥ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. എന്തായാലും ടീസർ എന്തായാലും നന്നായിട്ടുണ്ട്. ഇനി ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കാം, അതുകൊണ്ട് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അങ്ങനെ ദിലീപിനെ ഇങ്ങനെ ഒരു കാണാൻ പറ്റിയില്ല, നല്ല സന്തോഷമുണ്ട്. സത്യമായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ഇതിൽ കാണാൻ പറ്റുമെന്ന്. കുറേ നമ്മൾ കണ്ടില്ല, ഈ അടുത്തിറങ്ങി കുറേ ബാന്ദ്ര അതൊക്കെ ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കാം, അത് കഴിഞ്ഞിട്ട് സിനിമ. അപ്പോൾ ശരി, ബായ്.